എൻ്റെ പൊന്നെ, ഇതെന്തൊന്ന് മുതലാടാ ഇത്. ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ നോക്കിയാൽ ഞാൻ തുണി വെച്ചിട്ടാ തുടയ്ക്കുന്നത് കേട്ടോ. മൊത്തം ഇളകി വന്നു കേട്ടോ, നോക്കിയേ. ഈ ഒരൊറ്റ സ്പ്രേ മതി ഏത് കൊലകൊമ്പൻ കറിയും, എത്ര കാലമുള്ള കറയാണെങ്കിലും ഈസി ആയിട്ട് ഇളക്കി കളയാം. ഇതൊരൊറ്റ തവണ സ്പ്രേ ചെയ്താൽ ഈസി ആയിട്ട് ഇളക്കി കളയാമെന്നാണ് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ദേ ഗൈസ് നമ്മളും വാങ്ങിയിട്ടുണ്ട്. വാ പൊട്ടിച്ചോക്കാം വാ. ഇതെന്താ ഇത്? യെസ്, ഇതേ ഇങ്ങനെ 2 ഐറ്റാണ് വന്നേക്കുന്നത്. മൾട്ടി പർപ്പസ് കിച്ചൺ ക്ലീനർ. ഇതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫോസ്ഫേറ്റ് ഫ്രീ റിമൂവൽ, അതുപോലെ ഹെവി ഓയിൽ റിമൂവൽ, ഈസി ടു യൂസ്. അത് മാത്രമേ ഇതിനകത്തുള്ളൂ. ഈ ഒരു ലിക്വിഡ് നമുക്ക് എവിടെയാണോ ക്ലീൻ ചെയ്യേണ്ടത് ആ ഏരിയയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ മേളിലെ കറകളൊക്കെ ഇത് പോക്കിക്കളയും എന്നാണ് ഇവന്മാർ ഇതിനകത്ത് എഴുതിയിട്ടുള്ളതും. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സംഭവങ്ങൾ വേണം, കുറച്ച് പഴകിയ കുറച്ച് ഐറ്റംസുകൾ വേണം. കുറേ കാലമായിട്ട് കാറയൊക്കെ പിടിച്ചിട്ടുള്ള നാശമായിട്ടുള്ള കുറേ ഐറ്റംസുകൾ നമുക്ക് വേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം പാ. അപ്പോൾ ദേ ഈ സംഭവം ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചധികം സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതേ കുറച്ച് ചെമ്പും പാത്രങ്ങളൊക്കെയാണ് ഗൈസ്. അതേപോലെ തന്നെ ദേ ഈ ഒരു ഉണങ്ങിയ സ്റ്റൗവും ഉണ്ട്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ കറ പിടിച്ച് കിടക്കുന്ന ഐറ്റമാണ്. ഈ ഒരു സംഭവം അവന്മാർ കാണിച്ചേക്കുന്നത് ഏത് കറയെ ഇളക്കി പോക്കുന്നാണ്. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഈ സ്പ്രേ ചെയ്യുന്ന ഭാഗം, ഈ ഭാഗം നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം. വളരെ സിമ്പിളാണ് സംഭവം. എത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതേ നമ്മൾ ടെസ്റ്റിംഗ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ അടുത്തുള്ള അതേ പഴയ ചട്ടിയും പാത്രമൊക്കെ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് വെക്കും. ജസ്റ്റ് അവർ പറഞ്ഞിട്ടുള്ള പോലെ 5 മിനിറ്റ് നമ്മൾ സ്പ്രേ ചെയ്ത് വെക്കത്തേ ഉള്ളൂ. പിന്നെ അതിനുശേഷം തുടച്ച് കളയാം. നമ്മൾ ഇതിനകത്ത് റബ്ബ് ചെയ്യുന്ന പരിപാടി ചെയ്യുന്നില്ല. റബ്ബ് ചെയ്യാതെ വേണം നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇതേ ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ എടുക്കാണ്ട. ഇതിൻ്റെ ഈ ഭാഗമൊക്കെ ഫുള്ള് കറ പിടിച്ചേക്കുവാണ്. ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതേ അടുത്തായിട്ട് നമ്മളിതേ ഈ ഒരു ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഫുള്ള് കറ പിടിച്ചേക്കോട്ടോ. ഇത് ഇരുമ്പിൻ്റെ കറ കയറി നിൽക്കുവാണ്. അത്രയും മാരകമായിട്ട് വൃത്തികേടായി കിടക്കുവാണ്. ഇതേ നോക്കിയോ, ഇതിൻ്റെ അകത്തടിച്ചു കൊടുക്കാം കുറച്ച്. അടുത്തായിട്ട് ഇതുപോലെ അടിച്ചു നോക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ ഇതേൻ്റെ ഈ ചെമ്പാണ് അടിക്കാൻ പോകുന്നത്. ഇതൊക്കെ നല്ല വൃത്തിയിൽ കറ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ സാധനം ഉപയോഗിക്കുമ്പോൾ മാസ്ക് ധരിക്കുക, അതുപോലെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഇടുക. നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇത് ആസിഡാണ്, എന്തോ ഒരു ആസിഡാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ദേ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ആയിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ 5 മിനിറ്റ് മാത്രമേ ഇത് വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. ദേ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തത് നോക്കിയാൽ. ഇതൊക്കെ ഒരുമാതിരി ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കൈ കൊണ്ട് പിടിക്കുന്നില്ല. ആദ്യം നമുക്ക് ഈ ഒരു ഐറ്റം ഒന്ന് തുടച്ചു നോക്കാം. ഇത് നമ്മൾ ഗ്ലൗസ് ധരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഈ കരിഞ്ഞ ഭാഗം നമുക്ക് തുടച്ചു നോക്കാം. ഇത് വൈപ്പാണ് കേട്ടോ, ടിഷ്യൂ പേപ്പറാണ്. ഞാൻ തുടയ്ക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ പൊന്നറിയ സംഭവം കൊള്ളാട്ടോ. നോക്ക് എടാ, മൊത്തം ഇളകി വന്നു കേട്ടോ. നോക്കിയേ, തുടച്ചു കൊടുത്താൽ മതി. നമ്മൾ ഉരയ്ക്കണ്ട, റബ്ബ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട കേട്ടാ. ജസ്റ്റ് അടിക്കുക, തുടയ്ക്കുക. അത് നോക്കിയാ സംഭവം പൊളി കേട്ടാ, സംഭവം പൊളി. സൂപ്പറല്ലേ? നോക്കിയാ ഈ റസ്റ്റ് പിടിച്ചതെല്ലാം പോകുന്നുണ്ട്. നമ്മളിത് ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഈ വൈപ്പ് ഒഴിവാക്കിയിട്ട് നമ്മളിത് തുണി വെച്ച് തുടയ്ക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഇത് നല്ല ഡ്രൈ ആയി പോയിട്ടുണ്ട് സംഭവം. ഇതിൻ്റെ മുകളിൽ അടിച്ചിരിക്കുന്ന ലിക്വിഡ് മൊത്തം തീർന്നു പോയിട്ടുണ്ട്, ഉണങ്ങിപ്പോയിട്ടുണ്ട്. നോക്കിയാൽ സംഭവം സക്സസ് ആ കേട്ടോ. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക, തുടയ്ക്കുക. നോക്കിയാൽ മൊത്തം പോയി ക്ലീനായി. കേസ് നമ്പർ 2 ഇതേ ഈ കാണുന്ന പുട്ടുതൂക്ക് നമുക്കിതേ തുടച്ചു നോക്കാം. ഇത് പോകുന്ന നോക്കിയടാ, വർഷങ്ങളോളമായിട്ട് പിടിച്ചു കിടക്കുന്ന കരിയാണ് ഇളകി പോകുന്നത്. ഇത് ഞാൻ ഉരയ്ക്കുന്നൊന്നുമില്ല, തുടച്ചെടുക്കുന്നേ ഉള്ളൂ. കണ്ടോ,
ഇതിന് കുറച്ച് ഹാർഡായിട്ട് ഞാൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ഹാർഡായിട്ട് എടുക്കുന്നുണ്ട്, കാരണം അത് ഒരുപാട് അയക്കും തോന്നുന്നു. കണ്ടോ, ഓൾമോസ്റ്റ് വൃത്തിയായിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. ഓക്കെ, ഓൾമോസ്റ്റ് 99% ക്ലീൻ ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിതേ ഈ വലിയ ചെമ്പാണ് കഴുകാൻ പോകുന്നത്. ജസ്റ്റ് തുടയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ. നോക്ക്, വാ നോക്കടാ, എൻ്റെ പൊന്നെ, ഇതെന്തൊന്നും മുതലാടാ ഇത്. ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. ഞാൻ തുണി വെച്ചിട്ടാണ് തുടയ്ക്കുന്നത് കേട്ടോ, ഉരച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിത് എങ്ങനെ ഇരുന്ന പാത്രമാണെന്ന് നോക്കിയാ, എങ്ങനെ ഇരുന്ന പാത്രമാണെന്ന് നോക്കിയടാ. ഇവനാള് പൊളിയാ കേട്ടോ. കൂടുതൽ എഫേർട്ടൊന്നും എടുക്കണ്ട. അതെ, ഇതിന്റെ മുകളിൽ മൊത്തം ആ കരി ഇളകി പിടിച്ചിട്ടുണ്ട്, നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇല്ലാത്ത ഭാഗം വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നോക്കിയത് ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടാ. അസാധ്യമെന്ന് വിചാരിച്ച കരികളൊക്കെ ഇളകി പോയിട്ടുണ്ട്. ഇതാണ് മെയിൻ സാധനം. ഇതിനകത്ത് ഫുള്ള് കറ പിടിച്ചേക്കുവാണ്, ഇരുമ്പിൻ്റെ കറയാണ്. ഇത് റെസ്റ്റ് കയറിയേക്കുവാണ് കേട്ടാ, മൊത്തം റെസ്റ്റ് കയറിയേക്കുവാണ്. നമുക്ക് അതിനൊന്ന് ആദ്യം പരീക്ഷിച്ച് നോക്കാം. ഇതിൻ്റെ അകത്തും പുറത്തൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ, അത് അകവും പുറമൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇതേ തുടയ്ക്കാൻ വേണ്ടി പോവാ കേട്ടോ. ഈ ഇരുമ്പുകാരുള്ള ഭാഗമാണ് ഞാൻ തുടയ്ക്കുന്നത്. എൻ്റെ പൊന്നടിയോ, പോകുന്നു നോക്കടാ, എന്താ ഈസി ആയിട്ട് പോകുന്നു. ഇതിൻ്റെ ഈ കയ്യിലും ഒക്കെ റെസ്റ്റ് ആയിരുന്നു. ഏരിയ ഒക്കെ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടാ. ഇത് തുടയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ നമ്മൾ അടിച്ചു വെച്ച ആ ഭാഗങ്ങളൊക്കെ തുടയ്ക്കുമ്പോൾ ഇളകി പോകുന്നുണ്ടോ നോക്കിയാ. ഇതിൻ്റെ അകം നമുക്ക് കുറച്ച് നോക്കാം, ഇതിൻ്റെ അകംഭാഗം വേണ്ട. ഇതേ ഇത്രത്തോളം പോയിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ കംപ്ലീറ്റ് റെസ്റ്റ് കയറിയേക്കുന്നതാണ്, പക്ഷേ റെസ്റ്റൊക്കെ പോയിട്ടുണ്ട്. ഇതിനെ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ആ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഈ റെസ്റ്റ് അടക്കം പോകാൻ സാധ്യതയുണ്ട്, കാരണം അത്രയും ക്ലീൻ ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതുമേൽ സക്സസ് ആണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ തുടയ്ക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റൗ ആണ്. നിങ്ങൾ നോക്കിയോ, ഞാൻ ഈ ഒരു സൈഡ് തുടച്ച് കാണിച്ചു തരാവേ. വാ മോനെ, ഇത് നോക്കടാ. വാ, ഈ റെസ്റ്റ് കയറിയ ഭാഗങ്ങളിൽ കുറച്ചൊന്ന് നമ്മൾ ഉരച്ച് കൊടുക്കേണ്ടി വരും, കാരണം ഇത് നോക്കിയാൽ ബാക്കിയുള്ള ഭാഗമൊന്നും പറയാനില്ല കേട്ടാ. വെട്ടി തിളങ്ങുന്നുണ്ട്. വണ്ടർഫുൾ. നമ്മൾ തുടച്ച് നമ്മുടെ തുണിയിൽ മൊത്തം അഴുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല ഭാഗമൊന്നും ഇതിനകത്തില്ല, അതുകൊണ്ട് തന്നെ തുടച്ച് ബാലൻസ് വരുന്ന ആ ഐറ്റം തന്നെ കറ തന്നെ ഇവിടേക്ക് ആവുന്നതാണ് സംഭവം. നോക്കിയാൽ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ, സൈഡിലൊക്കെ ഞാൻ അടിച്ചു കൊടുത്തായിരുന്നു. ബാക്ക് സൈഡ്, വീണ്ടും സൈഡ്, ഈ ഫ്രണ്ടിലെ പോർഷനൊക്കെ ഞാൻ അടിച്ചായിരുന്നു. നോക്കി ഇതേണ്ട സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അവന്മാർ പറഞ്ഞതുപോലെ ഈ ഒരു സംഭവം നമ്മൾ 5 മിനിറ്റ് ഇതിനകത്ത് സ്പ്രേ ചെയ്ത് വെച്ചിട്ട് നമ്മൾ തുടച്ചെടുത്താണ് ചെയ്തത്. നമ്മൾ റബ്ബ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതേ സംഭവം ഇങ്ങനെ വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ പാത്രങ്ങളും നോക്കിയാൽ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നല്ല രീതിക്ക് ഇരുമ്പിൻ്റെ കറ കയറിയേക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അത് പോകുന്നില്ല, ഇളകി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ തുടച്ചിട്ട് നമുക്ക് അത്ര ക്ലീൻ ആയിട്ട് കിട്ടുന്നില്ല. ഇത് നമ്മൾ കുറച്ച് ഏതെങ്കിലും ഒരു ബ്രഷോ കാര്യങ്ങളോ ഇട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ക്ലീൻ ആയി വരും. കാരണം നോക്കിയാൽ കണ്ടോ, എൻ്റെ കയ്യിൽ മൊത്തമാവുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം നമ്മൾ മേടിച്ചേക്കുന്ന ആമസോണിൽ നിന്നാണ്. 500 മില്ലിയുടെ ചെറിയൊരു ബോട്ടിലാണ് വരുന്നത്, 500 മില്ലിയുടെ ബോട്ടിലാണ് വരുന്നത്. ഈ ഒരു ഐറ്റം നല്ലോണം നോട്ട് ചെയ്ത് വെച്ചോ. ഇതിൻ്റെ മേളിൽ LKB എന്ന് കാണുന്നുണ്ട്, പിന്നെ
മൾട്ടി പർപ്പസ് കിച്ചൺ ക്ലീനർ. ഈ ബോട്ടിൽ ശരിക്കും നോക്കി വെച്ചോ. സംഭവം ഇവൻ സൂപ്പറാണ് കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ സാധനം. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മാസ്ക് ഇടണം, അതുപോലെ തന്നെ ഗ്ലൗസ് ധരിക്കണം. ഇത് കുറച്ച് ആസിഡാണ്, എന്തോ ഒരു ആസിഡാണ് സംഭവം. ആ ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലൊന്നും ആക്കാൻ പാടില്ല. ഈ പാത്രങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത ടെസ്റ്റിങ്ങിൽ ഇവൻ സൂപ്പറാണ് ഗൈസ്. ഈ ഒരൊറ്റ സ്പ്രേ മതി ഏത് കൊലകമ്പൻ കൊലകൊമ്പൻ